നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരാളെക്കുറിച്ച് വളരെ രീതിയിലുള്ള വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമുക്കും കുറവുകളുണ്ടാകാം. എല്ലാവരും മൊത്തം എല്ലാം തികഞ്ഞവരല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ രീതിയിലുള്ള വ്യക്തിഹത്യ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അതിര് കിടക്കുന്നു എന്ന് ഉറപ്പായപ്പോൾ തന്നെയാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ കുറിച്ച് തന്നെയാണ്. മാധവ് സുരേഷ് ഒരു സിനിമയിൽ അഭിനയിച്ചു, 2-3 സിനിമയിൽ അഭിനയിച്ചു. അംഗം അട്ടഹാസം ഇപ്പോൾ ഇറങ്ങിയ സിനിമ. ആ സിനിമ എന്തുമായിക്കോട്ടെ, ആ സിനിമയിൽ അഭിനയിച്ച മാധവ് തന്നെയാണ്. ഇതിനു മുമ്പ് അഭിനയിച്ചു വെച്ച സിനിമയിലും ബെറ്ററായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട സിനിമയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു തിരക്കിലായിരുന്നു. പക്ഷേ ഒരാളെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വളരെ മോശമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനായ 26 വയസ്സുള്ള ആലോചിക്കണം, 26 വയസ്സുള്ള ആ പയ്യൻ എന്ന് ഞാൻ പറയാം. അവൻ്റെ മനസ്സിലുള്ള ആഘാതം വലുതാണ്. പക്ഷെ അത് നിങ്ങൾ അരുത്. നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരും സിനിമയിൽ അഭിനയിച്ച് എങ്ങനെയൊക്കെ വന്നതെന്ന് നമ്മൾ കണ്ടവരാണ്. പക്ഷേ ഇന്നലെ അവർ വാർത്താസമ്മേളനം നടത്തി. വാർത്താസമ്മേളനത്തിൽ ഒരു റിവ്യൂവിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പൈസ ചോദിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം അതിനെതിരെ പറഞ്ഞൊരു അത് അവർ തമ്മിലുള്ള വിഷയം. ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. അത് തെളിവുകൾ കിട്ടിയാലാണ് ഞാനും അതിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഒരാളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അത് അനീതിയാണ്. ഞാൻ അത് സോഷ്യൽ മീഡിയ പലതും നോക്കിയപ്പോൾ ആ 26-കാരൻ നേരിടുന്ന അനീതിയെക്കുറിച്ച് വ്യക്തമാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. വ്യക്തമാകുന്നു. അമ്മയ്ക്കെതിരെ, സ്വന്തം പെറ്റ അമ്മയ്ക്കെതിരെ വരെ ഇവർ പറയുന്നു. അമ്മയെ വരെ കളിയാക്കുന്നു. അവരൊക്കെ എന്തോ ചെയ്തു നിങ്ങളുടെ അടുത്ത്? ഈ പയ്യൻ ഒരു നടനാകാൻ ആഗ്രഹിക്കുന്നു, നടനാകും. ഈ പറയുന്നതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഒരു കാലം അത് വിദൂരമല്ല നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിന്ന് കൈയടിപ്പിക്കുന്ന നിലയിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം. നമുക്കറിയാം, ഇതിനു മുമ്പിറങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തിനാടാ കൊന്നിട്ട് ട്രോളുകളൊക്കെ വലിയ രീതിയിൽ വന്നു. പക്ഷേ അത് ആസ്വദിക്കുകയാണ് ചെയ്തത്, അത് ഏറ്റെടുക്കുകയാണ് മാധവ് ചെയ്തത്. അങ്ങനെയാണ് മാധവൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്ന് കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ പോലും കാണാതെയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് വിമർശിക്കുക, വ്യക്തിഹത്യ ചെയ്യരുത്. മാധവ് മുന്നോട്ട് പോകുക. കളിയാക്കിയവർ തന്നെ കൈയടിക്കുന്ന കാലം ഞാൻ വീണ്ടും പറഞ്ഞു അതിവിദൂരമല്ല, ഉടനെ ഉണ്ടാകും. താങ്കൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ 26-കാരന് അവസരങ്ങൾ കൊടുക്കൂ. നിങ്ങൾ സിനിമ കാണാതെ സിനിമയെ കൊല്ലുന്നവരെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാപ്പ് കിട്ടില്ല. പക്ഷേ ഒരാളുടെ വ്യക്തിഹത്യ എങ്ങനെ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, എല്ലാവർക്കും രാഷ്ട്രീയം, എനിക്കുണ്ട് രാഷ്ട്രീയം, പറയുന്നവർക്കുണ്ട് രാഷ്ട്രീയം, മറ്റുള്ളവർക്കുണ്ട് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ 26-കാരനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. അവൻ വരും, തിരിച്ചു വന്നിരിക്കും, തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ചിരിക്കും.